പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ കടുപ്പിച്ച് CPI ദേശീയ നേതൃത്വവും. പദവി CPIക്ക് തന്നെ വേണമെന്ന് ദേശീയ സെക്രട്ടറി D. രാജ. ആരുടെ മുന്നിലും തലകുനിക്കേണ്ട കാര്യമില്ല എന്ന് ആനി രാജ. ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. അടിയന്തര യോഗം വിളിച്ച് പരിഹാരം കാണണമെന്നാണ് RJDയുടെ ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ഇടതുമുന്നണിയെ കടുത്ത പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുകയാണ്. മുന്നണിയിൽ CPIM മാത്രം പറയുക, മറ്റുള്ളവർ കേൾക്കുക എന്ന രീതി ഇനി അംഗീകരിക്കില്ലെന്ന CPI നിലപാട് ഒന്നുകൂടി ശക്തമാക്കുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി കൂടി പരസ്യമായി സംസ്ഥാന നേതൃത്വത്തെ പിന്തുണച്ചതോടെ CPIയുടെ ഇവിടുത്തെ നേതാക്കൾ ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. I don't find anything wrong in what our party in Kerala is asking for. കനത്ത തോൽവിക്ക് പിന്നാലെ മുന്നണിയിലെ പരസ്യമായ ഈ ഏറ്റുമുട്ടലിൽ മറ്റ് കക്ഷികൾക്ക് മുറുമുറുപ്പുണ്ട്. തർക്കം അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യൂ എന്ന് RJD നേതാവ് വർഗീസ് ജോർജ് ഇരു പാർട്ടികളെയും ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഈ പ്രശ്നമല്ല പ്രധാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാർട്ടികൾ തമ്മിൽ തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ LDF നേതൃയോഗം വിളിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറയാനേ LDF കൺവീനർക്ക് കഴിയുന്നുള്ളൂ. പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ തുടരും. CPI തർക്കത്തിനിടെ AKG സെന്ററിൽ പാർട്ടി തോൽവി വിലയിരുത്തുന്ന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.